കേരളത്തെ മുച്ചൂട് മുടിക്കാൻ ഇറങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വൈറസാണ് സത്യത്തിൽ പിണറായി വിജയൻ. ഈ കേരളം H1N1, കോവിഡ്, പശുപ്പനി, പന്നിപ്പനി തുടങ്ങിയുള്ള വൈറസുകളൊക്കെ നേരിട്ട് അതിനെ വിജയിച്ച ആളുകളാണ്. സ്വാഭാവികമായിട്ട് ഈ കേരളത്തിൻ്റെ സമസ്ത മേഖലകളെയും തകർക്കാൻ ഇറങ്ങിയിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് വൈറസായിട്ടുള്ള പിണറായി വിജയൻ, നമുക്കറിയാം ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മന്ത്രിസഭയുടെ വിലാപയാത്രയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഈ വിലാപയാത്ര ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ഇത് അവസാനിച്ചത്. ഇപ്പം നമ്മൾ കാണുന്നത് ഓരോ വിഭാഗത്തെയും തെരഞ്ഞു പിടിച്ച് വീണ്ടും വീണ്ടും കൊല്ലാക്കൊല ചെയ്യുന്നു. ഇന്ന് സത്യത്തിൽ നമ്മൾ കോഴിക്കോട് കണ്ടത് കേരളത്തിലെ 2000-ഓളം വിദ്യാർത്ഥികളെ വിളിച്ചു കൊണ്ടുവന്ന് അവരോട് 60ഓളം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ നിന്ന് നേരിട്ട് ചോദ്യം ചോദിക്കാനുള്ള അനുവാദമൊന്നും വിദ്യാർത്ഥികൾക്കില്ല. മുൻകൂട്ടിയിട്ട് ഈ AKG സെന്ററിൽ നിന്ന് കൊടുക്കുന്ന ആ ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് എഴുതി ചേർത്തിട്ടുള്ള, അതായത് നമുക്കിപ്പം ഈ പൊതുവെ നരേന്ദ്രമോദിയുടെ ഒക്കെ ഈ പരിപാടികൾക്കകത്ത് ഈ സ്പോട്ടായിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഈ മോഡിയെ പോലുള്ള ആളുകൾ മറുപടി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ അതൊക്കെ കണ്ടിട്ടായിരിക്കാം ഈ പിണറായി വിജയൻ അതിൻ്റെ ഒരു മോഹം കൊണ്ടായിരിക്കും ഇത്തരത്തിൽ 60ഓളം ചോദ്യങ്ങൾ മുൻകൂട്ടി കൊടുക്കുന്നു. ആ ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കി പഠിച്ചുകൊണ്ട് പിണറായി വിജയൻ വരുന്നു. അങ്ങനെ ഒരു വളരെ പ്രഹസനമാക്കിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെയും അപമാനിക്കുന്ന തരത്തിൽ ഇന്ന് നടത്തിയിട്ടുള്ള ഒരു പരിപാടി. ഈ പരിപാടി സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിനകത്ത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, വിജ്ഞാന സമ്പദ്ഘടനയുടെ വികാസം. അപ്പൊ ഈ വാക്കുകൾക്കൊന്നും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാകാറില്ല. ഈ വിജ്ഞാന സമ്പദ്ഘടനയെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ കേരളത്തിൽ നഞ്ച് മേടിക്കാൻ പോലും പണമില്ലാത്ത പിണറായി വിജയനാണ് വിജ്ഞാന സമ്പദ്ഘടനയെ കുറിച്ച് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്കറിയാലോ, ഈ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും ഇദ്ദേഹം നടത്തിയ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയും ധൂർത്തും. ശരാശരി ഒരു മണ്ഡലത്തിൽ നിന്ന് 10 കോടി രൂപയാണ് സാർ പിരിച്ചിട്ടുള്ളത്. ഇതിന്റെ കണക്കുകളൊന്നും ഇവർ പുറത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ 1400 കോടി രൂപയുടെ അഴിമതിയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇതിന് കണക്കുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു കണക്ക് ഇവർ പറയുന്നില്ല. ഇവർ പറയുന്നത് 50 ലക്ഷമാണ്, 1 കോടിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 10 കോടി രൂപയോളം പിരിച്ചിട്ടുണ്ട്. ഇതിന്റെ വിവരാവകാശ പ്രകാരം കണക്ക് ചോദിക്കുന്ന സമയത്ത് ഇതിന്റെ കണക്ക് നൽകാൻ കളക്ടർമാർക്കാവുന്നില്ല. ഈ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ കളക്ടർമാരെ പിരിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ ഒരു സംസ്ഥാന സർക്കാരാണ് ഈ കേരളത്തിൻ്റെത്. അപ്പൊ അതും കഴിഞ്ഞു. ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞതിനകത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവന്റെ ഭാവി ജീവിതത്തെ അതിന് ഉത്തരം കിട്ടിയില്ല, തന്നിട്ടില്ല. അതെ സാർ, കിട്ടില്ല, ഒരു സ്ഥലത്തും കിട്ടില്ല സാർ. കാരണം ഈ യാത്ര നടത്തുന്നത് തന്നെ പിണറായിന്റെയും പരിവാരങ്ങൾക്കും അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മന്ത്രിമാരുടെ TA എഴുതി കൊടുക്കുന്നതിൽ ഇവർ യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരുത്തിയിട്ടില്ലല്ലോ. മന്ത്രിമാരുടെ വരവ് ചെലവുകൾക്ക് യാതൊരു വീഴ്ചയും വരുത്തിയിട്ടുള്ളല്ലോ. സാധാരണക്കാരായിട്ട് ഉദ്യോഗസ്ഥന്മാരെ ബലി കൊടുത്തു ഇവര്. അതിനപ്പുറത്തേക്ക് ഇതിന് കൃത്യമായിട്ട് ഒരു കണക്കില്ലാതെ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു യാത്ര. അതുമാത്രമല്ല, ഇന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിലെ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. 2022 ആഗോള യൂണിവേഴ്സിറ്റികളുടെ നിലവാരവുമായി ബന്ധപ്പെട്ട കണക്കിനകത്ത് ആദ്യത്തെ 600 യൂണിവേഴ്സിറ്റിയിൽ ഒരു യൂണിവേഴ്സിറ്റി പോലും ഇന്ന് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി പോലും ഇല്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് കേരളത്തിൽ നിന്ന് 35,000 പേരാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മസ്തിഷ്ക ചോർച്ച എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മളുടെ കേരളത്തിന്റെ ഒരു ശരാശരി ഒരു +2 വരെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഒരു ബാധ്യത എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. നമുക്കറിയാം, സ്കൂളിലെ അധ്യാപകർക്കുള്ള ശമ്പളം അടക്കം. അങ്ങനെ കൊടുത്തു പഠിപ്പിച്ച് 21 വയസ്സുമായ യുവാവ് ജോലി ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഉന്നത പഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഒന്ന്, മസ്തിഷ്ക ചോർച്ച ഇവിടെ സംഭവിക്കുന്നു. 2, 35,000 വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചെലവാക്കുന്ന പണം എന്ന് പറയുന്നത് 10,000 കോടി രൂപയാണ്. അപ്പോൾ ധനകാര്യ ചോർച്ച നടക്കുന്നു, മസ്തിഷ്ക ചോർച്ച നടത്തുന്നു. എന്നിട്ട് പിണറായി വിജയന്റെ ഗീർവാണത്തിന് ഒരു കുറവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവപരമായി എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾ പോകുന്നത്? അവിടെ പോയിട്ട് നമുക്കറിയാം, നമ്മൾ ഈ മലയാളിയുടെ പ്രവാസത്തിന്റെ ചരിത്രത്തിന് 100 കണക്കിന് വർഷത്തെ പാരമ്പര്യമുണ്ട്. അന്നൊക്കെ പോയിരുന്നത് ഈ കേരളത്തിലേക്ക് അവന്റെ ഗൾഫിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കഷ്ടപ്പെട്ട് ജോലി നേടി ആ പണം ഈ നാട്ടിലേക്ക് അയക്കാനായിരുന്നു പോയിരുന്നത്. ആ ഗൾഫിൽ മലയാളികൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നാം കാണുന്ന ആഗോള ഇൻഡെക്സിലൊക്കെ കേരളം മുന്നോട്ട് വരാനുള്ള കാരണം. ഇന്ന് മലയാളി വിദ്യാർത്ഥികൾ പോകുന്നത് കേരളത്തിലേക്ക് തിരിച്ചു വരാനല്ല. നമ്മൾ മനസ്സിലാക്കണം, അവർ പോകുന്നതിനാണ് അവന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ, അവന്റെ ജോലിക്കനുസൃതമായി കൂലി ലഭിക്കാൻ അവൻ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ സൃഷ്ടിച്ചതാരാണ്? ഈ പിണറായി വിജയന്റെ 7 വർഷം കൊണ്ടാണ്. ഇപ്പോൾ നോക്കൂ, 1 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പൊ UK ഒരു കാലഘട്ടത്തിൽ ചൈനീസ് വിദ്യാർത്ഥികളുടെ ഒഴുക്കാനുണ്ടായിരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികളാണുള്ളത്.
അങ്ങനെയുള്ള സ്ഥലത്ത് 2000 വിദ്യാർത്ഥികളെ വെച്ച് 60 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്തിനാണ് ഈ പ്രഹസനം നടക്കുന്നത്? ഇത് കൃത്യമായ കണക്കാണ്. 2000 വിദ്യാർത്ഥികൾ വന്നു, ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് എത്ര? 2000 രൂപ. അപ്പൊ 2000 വിദ്യാർത്ഥിയുടെ ചെലവ് ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിണറായി വിജയൻ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പിരിച്ച ആ പണത്തിന്റെ കണക്കുകൾ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഹാജരാക്കേണ്ട സമയത്ത് കണക്ക് പറയാനുള്ള ഒരു പദ്ധതിയാണ്